വന്ന ആൾക്കാരെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. എന്നാൽ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ആസ് മെൻഷൻഡ് ഏർലിയർ, മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ, ദ ടൂൾസ് ഓഫ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. ഓക്കെ, അപ്പോൾ സോ വെൻ വി തിങ്ക് അബൌട്ട് ദ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അനലൈസിങ് ദ ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് വിച്ച് ആർ അഫക്റ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് എ കമ്പനി. As you know these things, then in fundamental analysis, you know that there are three frameworks, that is three levels of analysis are there. In the first level there is there is economy analysis, and we will be considering some variables. Okay, another thing, in the industry analysis we are also having some variables. Okay, industry life cycle എന്നൊക്കെ പറയുന്ന കുറച്ച് ഘടകങ്ങൾ നമുക്കതിൻ്റെ അകത്തുണ്ട്. കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, നാച്ചർ ഓഫ് ഡിമാൻഡ്, those things. Then we are moving on to the company analysis. In company analysis we are also having some variables like the business plan of the company, future plans of the company, the market share, the growth in the sales, some competitive edge that they are having, efficiency of the management, finally the financial analysis. So in financial analysis, it refers to, analyzing the financial statements. The financial statements, it means that the final accounts, that is the balance sheet, profit and loss account, etc., which are audited by the company, is considered as a mirror of that company in the stock exchange. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ പോലെയുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഒരു കമ്പനിയിൽ നിക്ഷേപിക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ കമ്പനിയെ പറ്റി നമുക്ക് നേരിട്ട് അറിയുന്നില്ല. ആ കമ്പനി എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയൊന്നും നമുക്ക് ഈ പത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ നെറ്റിലൂടെയോ ഒക്കെയുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. സോ വാട്ട് ഈസ് ബിഫോർ അസ് to evaluate whether we should invest in that particular company or not is depending on the financial statements published by the company. കമ്പനി ഇറക്കിയിട്ടുള്ള, കമ്പനി പബ്ലിഷ് ചെയ്തിട്ടുള്ള, പൊതുജനങ്ങൾക്ക് വേണ്ടി കമ്പനി നൽകിയിട്ടുള്ള കമ്പനിയുടെ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, അതിനെ അനലൈസ് ചെയ്തുകൊണ്ടാണ്, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ നോക്കി അനലൈസ് ചെയ്തിട്ടാണ് ഒരെണ്ണത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ടൂൾസാണ് അല്ലെങ്കിൽ എന്തൊക്കെ ടെക്നിക്സാണ് നമ്മളുടെ കയ്യിൽ ഉള്ളത്? പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അനാലിസിസിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനെ തന്നെയാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് ടൂൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ വി ആർ കാൽക്കുലേറ്റിംഗ് സം റേഷ്യോസ്. നമ്മൾ കുറച്ച് റേഷ്യോകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എങ്ങനെയുള്ള റേഷ്യോ, ഈ ചിലതിൻ്റെ റേഷ്യോ കൂടുതലുള്ളത് എടുക്കണം, ചിലത് കുറവുള്ളത് എടുക്കണം. അപ്പോൾ അങ്ങനെ അതിൽ ഏതെടുക്കണം എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ ദ ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ദറ്റ് ആർ അവൈലബിൾ ഫോർ ഫണ്ടമെൻ്റൽ അനാലിസിസ്. ഫണ്ടമെൻ്റൽ അനാലിസിസിന്
ഉപയോഗിക്കാവുന്ന ടൂളുകൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം നോക്കേണ്ടത് EPS, ഏണിങ്സ് പെർ ഷെയർ. നിങ്ങൾക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഏണിങ്സ് പെർ ഷെയർ. സോ one of the most important ratio that the prospective investors will be calculating is the earnings which are available to the company, earnings which are available to the shareholders of the company. That means before investing we will compare the earnings per share of two different companies. Similar ആയിട്ട് അതേ ഇൻഡസ്ട്രിയിലുള്ള മറ്റൊരു കമ്പനിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. Whether the earnings which is made by this particular company is higher, then that company is good for investment. Okay. അപ്പോൾ എന്താണ് EPS എന്ന് പറയുന്നത്? EPS എന്ന് പറയുന്നത് ഒരു കമ്പനി അതിൻ്റെ മൊത്തം ഏണിങ്സിനെ അത് ഇറക്കിയിട്ടുള്ള ഷെയറുകളുടെ എണ്ണവും, ഷെയർഹോൾഡേഴ്സ് അല്ല, ഷെയറുകളുടെ എണ്ണവുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഏണിങ്സ് പെർ ഷെയർ. ഓക്കെ, ദാറ്റ് മീൻസ് കമ്പനി വിൽ മേക്ക് some earnings, some profit, and this earnings after meeting all expenses എന്ന് വെച്ചാൽ ഡിബഞ്ചറിന് കൊടുക്കാനുള്ളത്, ലോണിന് കൊടുക്കാനുള്ളത്, ബാക്കിയുള്ള എല്ലാ ചിലവുകളും കഴിച്ചതിന് ശേഷം company is having some profit, company is having some earnings. Okay, and that earnings are meant for equity shareholders of the company, that is they are the owners of the company. So you take that particular figure, which figure you take the earnings available to the equity shareholders. Suppose you see that 1 lakh is the earnings which is available, which is the profit which is available, net profit which is available with a company after meeting all expenses. So this 1 lakh is the earnings which is available to the equity shareholders. Okay, you divide this 1 lakh with the number of shares you have issued. നമ്മൾ ഇറക്കിയിട്ടുള്ള ഷെയറുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സപ്പോസ് നിങ്ങൾ 10,000 ഷെയറാണ് ഇറക്കിയിട്ടുള്ളത് എന്ന് വിചാരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ 1 lakh rupees, ദാറ്റ് ഈസ് ഏണിങ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്, ദാറ്റ് ഈസ് 10,000. So how much you will get? You will get 10. Clear? So what does it mean? EPS is rupees 10 per share. Earnings per share is rupees 10. So you compare this earnings with a company, with a similar company. അതേപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന മറ്റ് കമ്പനികളുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള കമ്പനികൾക്ക് പിന്നെ ഏണിങ്സ് എന്ന് EPS എന്ന് പറയുന്നത് 10 രൂപയേക്കാൾ കുറവാണെങ്കിൽ 5 രൂപ, 6 രൂപ, 7 രൂപ, 2 രൂപ, 1 രൂപ, 3 രൂപ, 4 രൂപ അങ്ങനെയൊക്കെയാണ് എങ്കിൽ, 10നേക്കാൾ കുറവാണ് എങ്കിൽ ദിസ് ഈസ് ഗുഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് മെൻ ബൈ EPS. EPS എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സിമ്പിളാണ്. നെറ്റ് ഏണിങ്സ് വിച്ച് ഈസ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഷെയർസ് എന്നുള്ളതാണ്. ഫോർമുല അവിടെ തന്നിട്ടുണ്ട്. നെറ്റ് ഏണിങ്സ് ഡിവൈഡ് ബൈ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. അതിൻ്റെ അർത്ഥം ഇതാണ്. ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താണെന്ന് വിചാരിക്കേണ്ട, കമ്പനി ഇറക്കിയിട്ടുള്ള ഷെയറുകൾ എന്നേ അവിടെ അർത്ഥമാക്കുന്നുള്ളൂ. കമ്പനി ഇറക്കിയിട്ടുള്ള മറ്റുള്ള ആളുകളുടെ കയ്യിലുള്ള, ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലുള്ള ഷെയറുകൾ എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അപ്പോൾ യു ടേക്ക് ഏണിങ്സ് വിച്ച് ഈസ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രൈസ് ഏണിംഗ് റേഷ്യോ, പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ, പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ അല്ലെങ്കിൽ PE റേഷ്യോ. So this price earning ratio is considered as an important tool or most widely used and popular ratio which is taken into consideration before investment. ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പല റേഷ്യോകളിൽ ഒരെണ്ണമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പോപ്പുലർ ആയിട്ടുള്ള ഒരെണ്ണമാണ് PE റേഷ്യോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് നോക്കുന്നത് എന്ന് വെച്ചാൽ, ഷെയറിൻ്റെ വിലയും കമ്പനിയുടെ ഏണിങ്സും തമ്മിലുള്ള ബന്ധമാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. ഷെയറിൻ്റെ വില എന്ന് പറയുമ്പോൾ ഷെയറിന് ഇപ്പോൾ മാർക്കറ്റിലുള്ള വില എത്രയാണോ, യു ഡിവൈഡ് ഇറ്റ് വിത്ത് ദ EPS നമുക്ക് തൊട്ട് മേലെ കിട്ടും. അപ്പോൾ മാർക്കറ്റിലുള്ള വിലയും മാർക്കറ്റിലുള്ള വിലയും കമ്പനിക്കുള്ള ഏണിങ്സും EPSും എത്രയാണ്, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം, ദാറ്റ് ഈസ് പ്രൈസ് ഏണിംഗ് റേഷ്യോ. ആ പേരിൽ തന്നെ ഉണ്ട്, പ്രൈസ് ടു ഏണിംഗ്. പ്രൈസ് മീൻസ് മാർക്കറ്റ് പ്രൈസ്, ടു ഏണിങ്സ് means divided by
earnings. Earnings here we mean the EPS, earnings EPS that we have mentioned earlier. Okay, so the formula will be like this. PE എന്താ ചെയ്യുന്നത്? PE is showing or establishing the relationship between the share price and the earnings of the company. It shows the relationship between two things. എന്തൊക്കെയാണ്? മാർക്കറ്റ് പ്രൈസ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ്. To earnings. Earnings means earnings, the EPS, earnings per share. So the formula will be like this. PE ratio is equal to stock price divided by, that means price, market price divided by EPS. നിങ്ങൾ അസ്യൂം ചെയ്യുക, that is a example. ഷെയറിൻ്റെ വില 40 രൂപയാണ്, 8 രൂപയാണ് EPS എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം 40/8, യു വിൽ ഗെറ്റ് 5. അപ്പോൾ ഈ PE റേഷ്യോ 5 എന്ന് കിട്ടി. അപ്പോൾ PE റേഷ്യോ എന്താണ് പറയുന്നത്? PE റേഷ്യോ പറയുന്നത് ഇതാണ്: മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ് എത്രത്തോളം കമ്പനിയുടെ ഏണിങ്സിന് കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് പ്രൈസ് ഏണിംഗ് റേഷ്യോ കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഷോസ്, ദ PE റേഷ്യോ ഷോസ് what the market is willing to pay for the company's earnings. What the market is willing to pay for a company's earnings. മാർക്കറ്റ് കമ്പനിയുടെ ഏണിങ്സിന് എത്രത്തോളം കൊടുക്കാൻ വില്ലിംഗ് ആണ് എന്നുള്ള ഫിഗറാണ് PE റേഷ്യോ നൽകുന്നത്. ഓക്കെ, അപ്പോൾ PE റേഷ്യോ കൂടുതലാണ് എങ്കിൽ, ഇപ്പം 5 ആണ് നമുക്കിവിടെ കിട്ടിയത്, അതൊരു 10ഓ 20ഓ ഒക്കെയാണ് എങ്കിൽ മാർക്കറ്റ് കൂടുതലായിട്ട് ഇത് കൊടുക്കാൻ വില്ലിംഗ് ആണ്, വില്ലിംഗ് ടു പേ ഫോർ ദ കമ്പനീസ് ഏർണിംഗ്. ഹയർ PE റേഷ്യോ മീൻസ് മോർ വില്ലിംഗ് ദ മാർക്കറ്റ് ടു പേ ഫോർ ദ കമ്പനീസ് ഏർണിങ്സ്. ഇഫ് the PE ratio is higher, it means that market, that is the share market, is willing to pay more to the company's earnings. Okay, അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഓവർ പ്രൈസ്ഡ്, അണ്ടർ പ്രൈസ്ഡ് സിറ്റുവേഷൻ. ഓവർ പ്രൈസ്ഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ചിലപ്പോൾ ഇത് എത്തിയേക്കാം. ഓക്കെ, സോ ദറ്റ് ക്യാൻ ഓൾസോ ബി കൺസിഡേർഡ് ഹിയർ. ദാറ്റ് ഫാക്ടർ ഷുഡ് ഓൾസോ ബി കൺസിഡേർഡ്. ദറ്റ് മീൻസ് PE റേഷ്യോ നോർമലി ദിസ് ഈസ് ഗുഡ്. കാരണം എന്താണ്? അങ്ങനെയുള്ളൊരു ഷെയറാണ് നമ്മുടെ കയ്യിലെങ്കിൽ കൂടുതൽ വിലയ്ക്ക് നമുക്കത് വിൽക്കാം. ഓക്കെ, അപ്പോൾ PE റേഷ്യോ ഒരു ഓവർ പ്രൈസ്ഡ് സ്റ്റോക്കാണോ എന്ന് വേണമെങ്കിൽ അവിടെ ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷേ നമ്മളിവിടെ ഇത്രയേ നോക്കുന്നുള്ളൂ, മാർക്കറ്റ് കമ്പനിയുടെ ഷെയറിന് കൂടുതൽ വില നൽകാൻ തയ്യാറാണോ അല്ലയോ. ഈ PE റേഷ്യോ കൂടുതലാണെങ്കിൽ മാർക്കറ്റ് ഈസ് റെഡി ആൻഡ് വില്ലിംഗ് ടു പേ ഹൈ എമൗണ്ട് ടു ദ ഏണിങ്സ്. കമ്പനി ഉണ്ടാക്കിയ ഏണിങ്സിന് കൂടുതൽ നൽകാൻ മാർക്കറ്റ് തയ്യാറാണ്. ആൻഡ് ദാറ്റ് ഈസ് ഓൾവേസ് എ ഗുഡ് ഇൻഡിക്കേഷൻ അബൌട്ട് എ കമ്പനി. ഒരു കമ്പനിയെ പറ്റി എപ്പോഴും ഒരു നല്ല കാര്യം തന്നെയാണ് അത്. സോ ദാറ്റ് ഷുഡ് ബി കൺസിഡേർഡ്. ക്ലിയർ ആണല്ലോ? ഈ 2 റേഷ്യോ പറഞ്ഞത് മനസ്സിലായോ? യെസ്, ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്തത് പ്രൊജക്റ്റഡ് ഏണിങ്സ് ഗ്രോത്ത്. പ്രൊജക്റ്റഡ് ഏണിങ്സ് ഗ്രോത്ത് റേഷ്യോ, PEG റേഷ്യോ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു, PE റേഷ്യോ കൂടുതലാണ് എങ്കിൽ ആ ഷെയർ വേണമെങ്കിൽ നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസിലെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഓവർ പ്രൈസ്ഡ് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഹൈ PE റേഷ്യോ എന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഷെയറിൻ്റെ നല്ലോണം കൂടിക്കിടക്കുകയാണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് കമ്പനിക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന് മാർക്കറ്റിലുള്ള ട്രേഡേഴ്സ് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉള്ളതുകൊണ്ട് ഈ PE റേഷ്യോയിൽ ഒരു കോൺഫ്ലിക്റ്റ്, മാർക്കറ്റ് പ്രൈസ് ടു ഏണിങ്സ് റേഷ്യോയിൽ ഒരു കോൺഫ്ലിക്റ്റ്, ഓവർ പ്രൈസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അതൊരു പരിയുമാണ്. അപ്പം അങ്ങനെ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഷെയറുകളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അത്രയ്ക്ക് സേഫ് അല്ല. അത് നിങ്ങൾക്കറിയാം. അണ്ടർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഷെയർസാണ് വാങ്ങേണ്ടത്, ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഷെയറുകൾ വിൽക്കുകയാണ് വേണ്ടത്. പക്ഷേ ഈ വില ഇനിയും ചിലപ്പോൾ കൂടിയേക്കാം. അങ്ങനെ കൂടുകയാണെങ്കിൽ അത് വാങ്ങണം. അപ്പോൾ ഈ റേഷ്യോ നമുക്ക് പരിഗണിക്കണമെങ്കിൽ ഈ റേഷ്യോ നോക്കണം, PE റേഷ്യോ നോക്കണം.
കൂടാതെ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന അതുമായി ബന്ധപ്പെടുത്തി നോക്കുന്ന മറ്റൊരു റേഷ്യോ ആണ് നമ്മൾ ഈ പറയുന്ന പ്രൊജക്റ്റഡ് ഏണിംഗ് ഗ്രോത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് പ്രൊജക്റ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക, നമ്മൾ ഏണിംഗ് ഗ്രോത്തിനെ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് വി ആർ ട്രൈയിങ് ടു അസസ് ദ പ്രോബബിൾ ഫ്യൂച്ചർ ഏണിംഗ് ഗ്രോത്ത് ഓഫ് ദ കമ്പനി. ഓക്കെ, സോ ഇവിടെ നമ്മളിവിടെ നോക്കുന്നത് ദ ഫ്യൂച്ചർ ഏണിംഗ് ഗ്രോത്ത് ഓഫ് ദ കമ്പനി ഈസ് ഗുഡ് ഓർ നോട്ട്. സോ ഹൗ വി വിൽ യൂസ് ദിസ്? ഇവിടെ നമ്മൾ ഒന്നും ചെയ്യില്ല. നമ്മളിപ്പോൾ നേരത്തെ ഏണിംഗ് ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ ഗ്രോത്ത്, ഏണിങ്സിലുള്ള ഗ്രോത്ത് ഒരു 10% ആണ്. അത് ഗ്രാജുവലി ഇങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത് കൂടിക്കൂടി വരികയാണ്. വി അസ്യൂം ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ഇയർ വി വിൽ ഗെറ്റ് എ ഏണിംഗ് ഗ്രോത്ത് ഓഫ് 12%, ഒരു 12% കിട്ടും. ദെൻ യു അപ്ലൈ ദ ഫോർമുല ഈസ് പ്രൊജക്റ്റഡ് ഏണിംഗ് ഗ്രോത്തിൻ്റെ ഫോർമുല ഇതാണ്: പ്രൈസ് ഏണിംഗ് റേഷ്യോ ഡിവൈഡഡ് ബൈ പ്രൊജക്റ്റഡ് ഗ്രോത്ത് ഇൻ ഏണിങ്സ്. ദാറ്റ് ഈസ് നമ്മളത് എത്രയാണ് ഏണിങ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നത് റേറ്റോട് എടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ PE റേഷ്യോ, ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. PE റേഷ്യോ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസും ഏണിങ്സും തമ്മിലുള്ള ബന്ധമാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു. PE റേഷ്യോ എത്രയാണെന്ന് നോക്കുക. ദെൻ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗ്രോത്ത് റേറ്റ് അടുത്ത കൊല്ലം 15% ആണെന്ന് വിചാരിക്കുക. ദെൻ യു ഡിവൈഡ് 30/15. So you will get 2. ഓക്കെ, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഈ PE റേഷ്യോയും പ്രൊജക്റ്റഡ് ഏണിംഗ് റേഷ്യോയും ഒരു കമ്പനിയെ സംബന്ധിച്ച് കൂടുതലാണ് എങ്കിൽ ദെൻ ദാറ്റ് കമ്പനി ഈസ് ഗുഡ്. ആ കമ്പനി നല്ലതാണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞ പ്രശ്നം ഇവിടെ സോൾവ് ചെയ്തു. തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞത് ഈ പ്രൈസ് ഏണിംഗ് റേഷ്യോ അല്ലെങ്കിൽ PE റേഷ്യോ എന്ന് പറയുന്നത് ചിലപ്പോൾ ഓവർ പ്രൈസ്ഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ PE റേഷ്യോ മാത്രമായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. യു കാൽക്കുലേറ്റ് PE റേഷ്യോ അലോങ് വിത്ത് ദാറ്റ് യു ഓൾസോ ഫൗണ്ട് പ്രൊജക്റ്റഡ് ഏണിംഗ് ഗ്രോത്ത് റേഷ്യോ. ഓക്കെ, അപ്പോൾ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റ് നിങ്ങൾ സെയിൽസ് ഗ്രോത്ത് എത്രയാണ് എന്നുള്ളത്, അല്ല ഏണിങ്സ് ഗ്രോത്ത് എത്രയാണെന്ന് നോക്കുക. രണ്ടും കൂടുതലാണ് എങ്കിൽ, അതായത് കൂടുതലാണ് എങ്കിൽ ആ കമ്പനി വർത്ത് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് അനുയോജ്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ദിസ് ഈസ് അനദർ തിങ്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ഏണിംഗ് റേഷ്യോ മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും ബേസ് ചെയ്ത് ഡിസിഷൻ എടുക്കരുത്. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ: സംടൈംസ് ഇറ്റ് മേ ബി ഓവർ പ്രൈസ്ഡ്. അപ്പോൾ വെദർ ഇറ്റ് ഈസ് ഓവർ പ്രൈസ്ഡ് എന്നുള്ളത് നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യുക? കമ്പനിയുടെ സെയിൽസിൻ്റെ ഗ്രോത്തുമായിട്ട് നോക്കുക. സെയിൽസിൻ്റെ ഗ്രോത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അടുത്ത വർഷവും സെയിൽസ് കൂടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൻ്റെ വില ഇനിയും കൂടും. അപ്പോൾ നമുക്കിനി അറിയേണ്ടത് ഈ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഷെയർ ഇനിയും കൂടുമോ അതോ ഇനി കുറയുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അത് കുറയും. എങ്ങനെയാണെങ്കിൽ അത് കുറയുക? ഇനി ഉണ്ടാകുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ സെയിൽസ് കുറവാണ് എങ്കിൽ ഈ നമ്മൾ ഈ പറഞ്ഞ PE റേഷ്യോ, പ്രൈസ് ഏണിംഗ് റേഷ്യോ സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ അതങ്ങനെ ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഒരു കാര്യം അസ്യൂം ചെയ്യുക: എത്രയാണ് നമ്മൾ ഈ വർഷത്തെ ഏണിങ്സ് അല്ലെങ്കിൽ സെയിൽസ് ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ളത് നോക്കുക. അതിൻ്റെ ബേസിൽ പ്രൊജക്റ്റഡ് ഏണിങ്സ് ഗ്രോത്ത് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് PE ബൈ മീൻസ് എങ്ങനെയാണ് എടുക്കേണ്ടത്? PE റേഷ്യോ ഡിവൈഡഡ് ബൈ പ്രൊജക്റ്റഡ് ഏണിംഗ് ഗ്രോത്ത് എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടുതലാണ് എങ്കിൽ രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. രണ്ടും കൂടുതലാണെങ്കിൽ ആ കമ്പനിക്ക് ചില ഗുണങ്ങളുണ്ട്. കാരണം അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: നെക്സ്റ്റ് ഇയറിൽ സെയിൽസ് കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടും, ഏണിങ്സ് കൂടും. സ്വാഭാവികമായിട്ടും മാർക്കറ്റ് അതിൻ്റെ ഏണിങ്സിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പൈസ കൂടും. ദാറ്റ് മീൻസ് ദ പ്രൈസ് ഓഫ് ദ ഷെയർ ഇൻ ദ മാർക്കറ്റ് വിൽ സർട്ടൻലി മൂവ് അപ്പ് എന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു റേഷ്യോ
പ്രൈസ് ടു സെയിൽസ് റേഷ്യോ. പ്രൈസ് ടു സെയിൽസ് റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ കമ്പനികൾ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ തൊട്ട് മുൻപ് പറഞ്ഞ 2-3 റേഷ്യോകളും കമ്പനിയുടെ ഏണിങ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. എങ്ങനെയുള്ള കമ്പനികൾക്കാണ് ഏണിങ്സ് ഉണ്ടാകുക? കമ്പനിയുടെ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ പുതിയ കമ്പനികളല്ല, മാർക്കറ്റിൽ കുറച്ച് കാലമായിട്ടുള്ള കമ്പനികൾക്കാണ് ഏണിങ്സ് ഉണ്ടാകുക. യു അസ്യൂം ദാറ്റ് നമ്മൾ പുതിയ കുറേ കമ്പനികൾ വന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഏറ്റവും പുതിയതായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് എന്തുണ്ടായിരുന്നില്ല, ഈ IT കമ്പനികളൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, നമ്മളത് മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. IT കമ്പനികളൊന്നും മുൻപ് ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ സെൻസെക്സ് എന്ന് പറയുന്ന 79 സെൻസെക്സിൻ്റെ ഇൻഡെക്സ് ഫോം ചെയ്തത്. 79 ഫോം ചെയ്യുമ്പോൾ IT കമ്പനികളൊന്നും എവിടെ ഉണ്ടായിരുന്നില്ല, ബ്ലൂ ചിപ്പ് കമ്പനീസ് അല്ലെങ്കിൽ IT കമ്പനീസ് എവിടെ ഉണ്ടായിരുന്നില്ല, സെൻസെക്സിൻ്റെ ആ ബാസ്ക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ലേറ്ററാണ് ഈ കമ്പനികളൊക്കെ വരികയും സെൻസെക്സിൻ്റെ ബാസ്ക്കറ്റ് ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുകയും IT കമ്പനികൾ വരികയൊക്കെ ചെയ്തത്. അപ്പോൾ പുതിയ കമ്പനികൾ വരുമ്പം അങ്ങനെ കാലിബറുള്ള ചില കമ്പനികളുണ്ട്. അപ്പോൾ ഒരു പുതിയ കമ്പനി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാലിബർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. അല്ലാതെ ഇത് കുറേ ഏണിങ്സ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇഫ് വി ആർ ഗോയിങ് ടു അസസ് എൻ എൻറ്റയർലി ന്യൂ കമ്പനി ഓർ എ കമ്പനി വിച്ച് ഇസ് നോട്ട് ഹാവിങ് ഏണിങ്സ്, ഒരു കമ്പനിക്ക് ഏണിങ്സ് ഇല്ലാത്തൊരു കമ്പനി, ഏണിങ്സ് ഇല്ലാത്ത കമ്പനി എന്ന് പറയുമ്പോൾ നിങ്ങൾ കമ്പനി നഷ്ടമായിരിക്കും എന്ന് വിചാരിക്കാൻ പാടില്ല. അതായത് ഒരു കമ്പനി, ഏതൊരു കമ്പനി ആണെങ്കിലും തുടക്കത്തിൽ അതിനൊരു ഇൻസ്റ്റലേഷൻ ചാർജസ്, ഫാക്ടറി സെറ്റപ്പ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല പൈസ ഇറങ്ങും. ഈ പൈസ മുഴുവൻ ആദ്യത്തെ വർഷം തന്നെ സെയിൽസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ ആദ്യത്തെ വർഷത്തെ സെയിൽസിൽ കമ്പനിയുടെ ഏണിങ്സ് കുറവാണ് അല്ലെങ്കിൽ ലോസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനി മോശമാണ് എന്ന് അർത്ഥമില്ല. ആ കമ്പനി അതിൻ്റെ ഇൻസ്റ്റലേഷൻ കപ്പാസിറ്റിയും അതിൻ്റെ തുടക്കത്തിലുള്ള മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാനും അഡ്വർടൈസ്മെൻറ്റിലേക്കുള്ള ഹ്യൂജ് എക്സ്പെൻസുകളും ഒക്കെ, പ്രൊമോഷണൽ എക്സ്പെൻസുകളും ഒക്കെ ആയിട്ട് കമ്പനി കുറച്ച് പൈസ ഇറക്കി എന്നേ ഉള്ളൂ. അത് നോർമലി ആ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഗ്രോത്ത് സ്റ്റേജ് ഇല്ല ഒരു പ്രൊഡക്റ്റിൻ്റെ നമ്മൾ പറയുന്നത്. അതുപോലെ ദാറ്റ് കമ്പനി വിൽ മൂവ് ഓൺ ടു ദ ഗ്രോത്ത് സ്റ്റേജ്. കമ്പനി മെല്ലെ ഗ്രോത്ത് സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഏണിങ്സ് ഒരു ഹിസ്റ്ററി ഇല്ലാത്ത പുതിയതായിട്ടുള്ള കമ്പനികൾ, അത്തരം കമ്പനികളെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുതിയൊരു റേഷ്യോ കൊണ്ടുവന്നിരിക്കുന്നത്, പ്രൈസ് ടു സെയിൽസ് റേഷ്യോ. ഓക്കെ, പ്രൈസ് ടു സെയിൽസ് റേഷ്യോ, PS റേഷ്യോ. പ്രൈസ് ടു സെയിൽസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക പ്രൈസും സെയിൽസും തമ്മിലുള്ള ബന്ധം. ഓക്കെ, ദറ്റ് മീൻസ് ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്, കറൻറ്റ് സ്റ്റോക്ക് പ്രൈസ് ഇൻ ടു ദ ടോട്ടൽ സെയിൽസ് പെർ ഷെയർ, ടോട്ടൽ സെയിൽസ് പെർ ഷെയർ, സെയിൽസ് പെർ ഷെയർ, ടോട്ടൽ സെയിൽസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്, അതാണ് സെയിൽസ് പെർ ഷെയർ എന്ന് പറയുന്നത്. ആ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന 2 ഫോർമുലകളാണുള്ളത്. ഒന്ന് മാർക്കറ്റ് ക്യാപ് ഓഫ് ദ സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ റവന്യൂ. മാർക്കറ്റ് ക്യാപ് എന്ന് പറയുന്നത് കമ്പനിയുടെ ടോട്ടൽ മാർക്കറ്റ് പ്രൈസ്. ദറ്റ് മീൻസ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മീൻസ് മാർക്കറ്റ് പ്രൈസ് of the share multiplied with the number of shares divided by revenue. Revenue means the total revenue. Or ഇതിനെ രണ്ടിനെയും ഷെയറുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് ഒരു ഷെയറിൻ്റെ വിലയാണ്. അപ്പോൾ ഒരു ഷെയറിൻ്റെ വില ഡിവൈഡഡ് ബൈ ഒരു ഷെയറിനുള്ള സെയിൽസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി 10 ലക്ഷം രൂപയാണ് കമ്പനിയുടെ സെയിൽസ്. കമ്പനി ഇറക്കിയിരിക്കുന്ന ഷെയറുകളുടെ എണ്ണം എത്രയാണ്? ഒരു 1 ലക്ഷം ഷെയറാണ് കമ്പനി ഇറക്കിയിട്ടുള്ളത് വിചാരിക്കും. സോ 10 ലക്ഷം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്, സെയിൽസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്, 10 lakh divided by 1 lakh, you will get 10. So this 10 is sales per share, sales per share. Okay, അപ്പോൾ സ്റ്റോക്ക് പ്രൈസ് അല്ലെങ്കിൽ ഷെയർ പ്രൈസ് ഡിവൈഡഡ് ബൈ സെയിൽസ് പെർ ഷെയർ. ഓക്കെ, അല്ലെങ്കിൽ സെയിൽസ് പ്രൈസ് പെർ ഷെയർ, വാട്ട് എവർ ഇറ്റ് ഈസ്, സെയിൽസ് പെർ ഷെയർ, അതാ കുറച്ചുകൂടെ ആപ്റ്റ് കേട്ടോ. സെയിൽസ് പ്രൈസ് എന്നുള്ളത് മാറ്റിയിട്ട് സെയിൽസ് പെർ ഷെയർ എന്നുള്ളത് എടുക്കുക. സോ യു വിൽ ഗെറ്റ് എ റേഷ്യോ. ഓക്കെ, ഈ നമ്മളിപ്പോൾ മുൻപ് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ മാർക്കറ്റ് എത്രത്തോളം വില്ലിംഗ് ആണ് ഒരു ഷെയറിന് വേണ്ടി കൊടുക്കാൻ എന്നുള്ളത് തന്നെയാണ് ഈ റേഷ്യോയും
കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ഒരു സംഗതി ഇങ്ങനെയുള്ള റേഷ്യോസ് ആയിരിക്കണം, കൂടുതലാണോ കുറവാണോ നമ്മൾ പരിഗണിക്കേണ്ടത്. ഈ PS ലോവർ ദ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ, ബെറ്റർ ദ കമ്പനി. ഈ റേഷ്യോ കുറവാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞ റേഷ്യോസൊക്കെ കൂടുതലാണെങ്കിലാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റിന്. പ്രൈസ് ടു സെയിൽസ് റേഷ്യോയുടെ പ്രത്യേകത, ദ ലോവർ ദ PS ബെറ്റർ ദ കമ്പനി. ലോവർ ദ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ, ബെറ്റർ ദ കമ്പനി. ക്ലിയർ ആണോ? പ്രൈസ് ടു സെയിൽസ് റേഷ്യോ. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ടേക്ക് യുവർ നമ്പേഴ്സ്. 1 മുതൽ 5 വരെയുള്ള ഒരു നമ്പർ പറഞ്ഞോളൂ. 2, 3, 4, 5. Two, 1. Where is 1? 3, 6 മുതൽ 10 വരെയുള്ളവർ. 6, 7, 8, 9, 10. 5, 4, 8, 6, 7, 9, 10. 11 to 15. 11, 12, 13. Okay, 12. Okay, 13, 15. So 11 is absent. 16 to 20. 16, 17, 18, 19, 20. 23, 22, 23, 24, 21 ആയിട്ടില്ല. 25 മുതൽ 30 വരെ. 25, 26 ഉണ്ട്. 27, 28. 27, 28 എവിടെ? 26 ഓക്കെ. 27 ഓക്കെ. 28. 31 മുതൽ 35 വരെ. 31, 31, 32, 33, 34 ഓക്കെ. 35. ഇനി 36 മുതൽ 40 വരെ. 36 മുതൽ 40. അറ്റൻഡൻസ് എടുക്കുമ്പോൾ ആൾക്കാർ കൂടുന്നുണ്ടല്ലോ. 37, 38, 39, 36, 40, 40. ഇനി 45 വരെയുള്ളവർ. 41, 42, 43. Okay, 42, 43, 44, 45, 45. Okay, 46. 46 മുതൽ 50 വരെ. 46, 47 ഓക്കെ.
48 and 50. 48 ഓക്കെ, 49 50 53 വരെയുള്ളവർ. 51 52 53. ഓക്കെ, എവിടെ? ആബ്സെൻ്റ് ഈസ് 3 6 7 9 10 17 21 28 31 32 35 41 and 51. ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുക. യെസ്, ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രൈസ് ടു സെയിൽസ് റേഷ്യോ, മാർക്കറ്റ് പ്രൈസും നമ്മളുടെ സെയിൽസ് പെർ ഷെയറും തമ്മിലുള്ള ബന്ധം, അത് കുറവാണെങ്കിൽ നല്ലതാണ്. അടുത്തത് നമുക്ക് പറയാനുള്ളത് പ്രൈസ് ടു ബുക്ക് റേഷ്യോ. പ്രൈസ് ടു ബുക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ അജ്മലിൻ്റെ നമ്പർ 31 ആണോ 32 ആണോ? 33 ആരാണ്? 31 32 33. അതുപോലെ നമുക്ക് അറിയാം 2 വിലകളാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഓക്കെ, ശരി അജ്മല, 32 33 ഉണ്ടോ? അടുത്തത് പ്രൈസ് ടു ബുക്ക് റേഷ്യോ. അപ്പോൾ 2 വിലകൾ എന്ന് പറഞ്ഞാൽ ഷെയർ ഇറക്കുന്ന സമയത്തുള്ളൊരു വില, അതാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ആ ബുക്ക് വാല്യൂ എന്ന് പറയുന്നതും ഒരു സെക്കൻഡ്, ബുക്ക് വാല്യൂ എന്ന് പറയുന്നതും ഷെയറിന് ഇപ്പോൾ മാർക്കറ്റിലുള്ള വിലയും രണ്ടും എന്തായാലും വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ റേഷ്യോ ഹിയർ or this particular ratio look at the value of market places on the book value of the company. ബുക്ക് വാല്യൂവിൽ കമ്പനി എത്രത്തോളം മീൻസ് മാർക്കറ്റ് എത്രത്തോളം പ്ലേസ് ചെയ്യുന്നു മീൻസ് സിംപ്ലി പ്രൈസ് ടു ബുക്ക് റേഷ്യോ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ വിത്ത് ദ ബുക്ക് വാല്യൂ. അപ്പോൾ ഫോർമുല ഇങ്ങനെയാണ്, പ്രൈസ് ടു ബുക്ക് റേഷ്യോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഷെയർ പ്രൈസ് ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ, ഷെയർ പ്രൈസ് ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ. ഓക്കെ, ഇവിടെ നമ്മൾക്ക് വെറും കുറച്ച് റേഷ്യോസ് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ദെൻ റേഷ്യോ കൂടുതൽ കുറവ്, ഇത് കൂടുതലുള്ളത് എടുക്കണോ കുറവുള്ളത് എടുക്കണോ? ഇവിടെയും പ്രൈസ് ടു ബുക്ക് റേഷ്യോ എന്ന് പറയുന്നത് കുറവാണ് എങ്കിൽ, ഇഫ് ദ റേഷ്യോ ഈസ് ലോവർ, ഓക്കെ, ലോവർ ദ റേഷ്യോ ബെറ്റർ ദ വാല്യൂ. ഓക്കെ, കുറവാണ് എങ്കിൽ നല്ലത് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. സോ ദിസ് ഈസ് അനദർ റേഷ്യോ, പ്രൈസ് ടു ബുക്ക് റേഷ്യോ. ഹിയർ വി കൺസിഡർ ദ ഷെയർ പ്രൈസ് ആൻഡ് ദ ബുക്ക് വാല്യൂ പെർ ഷെയർ, മാർക്കറ്റ് പ്രൈസും ബുക്ക് വാല്യൂവും തമ്മിലുള്ള ബന്ധം. ഓക്കെ, then അടുത്തത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. യു നോ ദാറ്റ് ദർ ഈസ് ഡിവിഡൻഡ്. വാട്ട് ഈസ് ഡിവിഡൻഡ്? Dividend is the distributable part of profit. Dividend is distributable part of profit. അതായത് ഏറ്റവും ആദ്യം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് EPS ആണ്. EPS എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് കിട്ടുന്ന ടോട്ടൽ ഏണിങ്സ് വിച്ച് ഈസ് അവൈലബിൾ ടു ദി ഇക്വിറ്റി ഷെയർ ഹോൾഡർ. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി 1 ലക്ഷം രൂപ ഏണിങ്സ് ഉണ്ടാക്കി, കമ്പനിക്ക് 10,000 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സ് അല്ല, ഷെയർസ് ഉണ്ട്, 10,000 ഷെയർസ് ഉണ്ട്. 1 ലക്ഷം ഡിവൈഡഡ് ബൈ 10,000, അതാണ് EPS. EPS എന്ന് പറഞ്ഞാൽ അപ്പോൾ 1 ലക്ഷം ബൈ 10,000 എന്ന് പറഞ്ഞാൽ 10 രൂപ കിട്ടും. സോ ദ തിങ് ഈസ് ദാറ്റ്, ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വെദർ ദിസ് ഈസ് ദ ഏണിങ്സ്. ഈ 10 രൂപ എന്ന് പറയുന്നത് കമ്പനിയുടെ ഏണിങ്സ് ആണ്. ഈ 10 രൂപ മുഴുവനും ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം.
₹10 മുഴുവനായിട്ട്, അതായത് ഏണിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് മുഴുവൻ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിലേക്ക് കൊടുക്കില്ല കമ്പനി ഒരിക്കലും. കാരണം എന്താണ്, ഈ ഏണിങ്സിൻ്റെ ഒരു ഭാഗം ഡിവിഡൻ്റായിട്ട് കൊടുക്കും, ബാക്കി ഭാഗം ദാറ്റ് വിൽ ബി കെപ്റ്റ് അസൈഡ് വിത്ത് ദ കമ്പനി ഫോർ ദ ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് പ്രൊമോഷൻസ്. കമ്പനിയുടെ ഭാവിയിലെ ഫ്യൂച്ചർ പ്ലാൻസിനും പ്രൊമോഷൻസിനും വേണ്ടിയിട്ടാണ് ഈ പൈസ പിന്നീട് എടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ കമ്പനിയുടെ ഏണിങ്സിൽ എത്രത്തോളം രൂപ ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നത് ആണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ദാറ്റ് മീൻസ് ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ dividend and earnings. That means dividend per share divided by earnings per share. ഓക്കെ, ഇപ്പോൾ ഏണിങ്സ് ₹10, നിങ്ങൾ ഡിവിഡൻ്റായിട്ട് 5 കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കും. സോ ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏണിങ്സ് പെർ ഷെയർ, ദാറ്റ് ഈസ് 5/10, ഇറ്റ് ഗീവ്സ് 50% അല്ലെങ്കിൽ 0.5 എന്ന് പറഞ്ഞാൽ 50% ആണല്ലോ. 1/2 അല്ലേ വരിക. 1/2 എന്ന് പറഞ്ഞാൽ 0.5 എന്ന് പറഞ്ഞാൽ 50%. ദാറ്റ് മീൻസ് കമ്പനിയുടെ ഏണിങ്സിൻ്റെ 50% ആണ് ഡിവിഡൻ്റായിട്ട് കൊടുത്തതെന്ന് അർത്ഥം. അപ്പം ഏണിങ്സിൽ എത്രത്തോളം ഡിവിഡൻ്റായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അസസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ടൈംഡ് ആസ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. സോ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ is also another important factor. So it shows what a company pays out to the investors in the form of dividend, or we can say how much portion of the earnings are distributed by the company among the shareholders in the form of dividend. That is measured by the ratio what DPR, dividend payout ratio. Okay. അപ്പോൾ ഇതിൽ ഉള്ള ഒരു ചെറിയൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ കൂടുതലുള്ളത് എടുക്കാം കുറവുള്ളത് എടുക്കാം എന്ന് പറയുന്നത് പോലെ ഇവിടെ ഒരെണ്ണം നമുക്ക് അങ്ങനെ അങ്ങ് എടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു കമ്പനിക്ക് കിട്ടിയ ഡിവിഡൻറ്റ്, കമ്പനി ഒരു കൊല്ലം ഡിവിഡൻറ്റ് കൊടുക്കുന്നില്ല, കമ്പനി ആ പൈസ മുഴുവൻ എന്തായിട്ട് എടുത്തു വയ്ക്കുന്നു, പിന്നെ ഫ്യൂച്ചർ പ്ലാൻസിന് അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏണിങ്സ് ആയിട്ട് കമ്പനി എടുത്തു വയ്ക്കുന്നു. അപ്പോൾ ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് ചിലപ്പോൾ 0 ആയിരിക്കും. അങ്ങനെ വരാം, ഒരു കൊല്ലം ഒന്നും കിട്ടാണ്ട് വരാം. അപ്പോൾ ആ കമ്പനി മോശമാണോ എന്നും, ഒരു കമ്പനി 100% ഡിവിഡൻറ്റ് കൊടുത്തു, മുഴുവൻ കിട്ടിയ ഏണിങ്സ് മുഴുവൻ ഡിവിഡൻ്റായിട്ട് കൊടുത്തു, അപ്പോൾ ഇത് കൂടുതലുള്ള കമ്പനിയാണ് നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ. അപ്പോൾ അത് മാത്രം വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ആദ്യത്തെ കമ്പനി ഒരു പൈസയും കൊടുക്കാത്തത് അവർക്ക് നല്ല ലാഭകരമായ പ്ലാനുകളുണ്ടാവും, പ്രൊജക്റ്റുകളുണ്ടാവും, അതിലേക്ക് അവർക്ക് പൈസ വേണം, ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവരിത് ഡിവിഡൻറ്റ് കൊടുക്കാതെ എടുത്ത് വയ്ക്കുന്നത്. മറ്റേ കമ്പനിക്ക് ചിലപ്പോൾ പ്രോഫിറ്റോ അല്ലെങ്കിൽ പ്രൊജക്റ്റുകളൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അവർ കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ലാഭകരമായ പ്രൊജക്റ്റുള്ള കമ്പനി ഈ പണം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ലാഭം ഉണ്ടാക്കുകയും ഭാവിയിൽ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് കൂടുകയും ഡിവിഡൻറ്റ് കൊടുക്കാനുള്ള കപ്പാസിറ്റി കൂടുകയും ഒക്കെ ചെയ്തേക്കാം. അപ്പം ഈ ഒരു റേഷ്യോയിൽ നമുക്ക് ഇത് കൂടുതലുള്ളത് നല്ലത് അല്ലെങ്കിൽ കുറവുള്ളത് നല്ലത് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ. സോ യു ജസ്റ്റ് കാൽക്കുലേറ്റ് ഹൗ മച്ച് ഈസ് അവൈലബിൾ. നമ്മൾക്ക് എത്ര ഏണിങ്സ് കിട്ടും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കുറേ മെച്ചർ സ്റ്റേജിൽ എത്തിയിട്ടുള്ള കമ്പനികൾ നമ്മൾ പറഞ്ഞല്ലോ, കമ്പനിയുടെ ഒരു സ്റ്റേജ് നമ്മൾ പറഞ്ഞു, പയനിയറിംഗ് സ്റ്റേജ്, എക്സ്പാൻഷൻ സ്റ്റേജ് ആൻഡ് മെച്യൂരിറ്റി സ്റ്റേജ് നമ്മൾ പറഞ്ഞല്ലോ. മെച്യൂരിറ്റി സ്റ്റേജ് പോലെ നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ സ്റ്റാഗ്നേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞല്ലോ. മെച്യൂരിറ്റി മീൻസ് സ്റ്റാഗ്നേഷൻ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാഗ്നേഷൻ സ്റ്റേജിലെത്തിയ കമ്പനികളായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ മുഴുവൻ പൈസയും കൊടുക്കുന്നത്. അതേസമയം ഗ്രോത്ത് സ്റ്റേജിലുള്ള കമ്പനികളായിരിക്കും അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്റ്റേജിലുള്ള കമ്പനികളായിരിക്കും ഈ ഡിവിഡൻറ്റ് മുഴുവൻ പിടിച്ചു വയ്ക്കുന്നത്, ഏണിങ്സ് മുഴുവൻ പിടിച്ചു വയ്ക്കുന്നത്, ഡിവിഡൻറ്റ് അല്ല ഏണിങ്സ് പിടിച്ചു വയ്ക്കുന്നത്. അപ്പോൾ രണ്ടും നല്ലത് തന്നെയാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ. ക്ലിയർ? സോ ദാറ്റ് ഈസ് DPR. ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിവിഡൻറ്റ് ഈൽഡ്. ഡിവിഡൻറ്റ് ഈൽഡ് അതായത് ഡിവിഡൻറ്റ് ഈൽഡ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ഷെയറിൻ്റെ, കമ്പനി കൊടുക്കുന്ന ഡിവിഡൻറ്റും അതിൻ്റെ ഷെയറിൻ്റെ വിലയും. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൻ്റെ എത്ര പെർസെൻറ്റേജാണ് ഡിവിഡൻ്റായിട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് ഡിവിഡൻറ്റ് ഈൽഡ്. അപ്പോൾ പല തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ പ്രായമായ ചില ഇൻവെസ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ദേ പ്രിഫർ ടു ഗെറ്റ് ഡിവിഡൻറ്റ്. പ്രായമായ ആളുകളാണെങ്കിൽ എത്ര കാലം ജീവിച്ചിരിക്കുന്ന അവർക്ക് തന്നെ ഒരു ഉറപ്പുണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ ഡിവിഡൻ്റ് അല്ലേ നോക്കുക, ക്യാപിറ്റൽ ഗെയിനിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന പൈസ കിട്ടട്ടെ എന്നേ അവർ വിചാരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഡിവിഡൻറ്റ് പ്രതീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൺസിഡർ ചെയ്യാം. ഇഫ് യു എക്സ്പെക്റ്റ്
എ ഡിവിഡൻഡ് ഫ്രം എ കമ്പനി ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് ക്യാപിറ്റൽ ഗെയിൻ കുറേ കാലം ഇത് കയ്യിലെടുത്ത് വെച്ചിട്ട് ക്യാപിറ്റൽ ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളൊരു എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കുന്നത് എന്താണ്, പിന്നെ ഡിവിഡൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ നിർബന്ധമായിട്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു റേഷ്യോ ആണ് ഡിവിഡൻഡ് ഈൽഡ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ ഇതാണ്, ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ്, ഷെയർ പ്രൈസ്. ഡിവിഡൻറ്റും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ബന്ധം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിക്ക് കിട്ടിയിരിക്കുന്ന ഡിവിഡൻറ്റ് 10 രൂപയാണെന്ന് വിചാരിക്കുക. ആ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് 100 ആണ് എന്ന് വിചാരിക്കും. സോ 10 dividend per share divided by market price per share was 10/100. So you will get 1/10. 1/10 means 0.10, that is 10%. അതിൻ്റെ അർത്ഥം മാർക്കറ്റ് പ്രൈസിൻ്റെ 10% നിങ്ങൾക്ക് ഡിവിഡൻഡ് ആയിട്ട് കിട്ടി എന്നാണ് അർത്ഥം. അപ്പോൾ ഡിവിഡൻഡ് എത്രത്തോളം എത്രയാണ്, ഹൗ മച്ച് ഈസ് ദ ഈൽഡ് ഓൺ ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്, ഹൗ മച്ച് ഈസ് ദ ഈൽഡ് ഓഫ് ഡിവിഡൻഡ് ഓൺ ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്, കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ എത്രത്തോളം ഈൽഡ് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നതാണ് ഡിവിഡൻഡ് ഈൽഡ്. മനസ്സിലായോ? അപ്പോൾ 10% കറൻറ്റ് മാർക്കറ്റ് പ്രൈസും ഡിവിഡൻഡ് പെർ ഷെയറും കൂടെ താരതമ്യം ചെയ്യുന്നതാണ് ഡിവിഡൻഡ് ഈൽഡ്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. 2 റേഷ്യോസും കൂടെ കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആയോ, ഈ ഡിവിഡൻഡ് ഈൽഡ്? ഇനി നമുക്ക് 2 കാര്യങ്ങളും കൂടിയിട്ട് പറയാനുള്ളത് വളരെ സിമ്പിളാണ്. ഒന്ന് ബുക്ക് വാല്യൂ. നമുക്ക് നോക്കാൻ ബുക്ക് വാല്യൂ, അതായത് വാല്യൂ എന്ന് പറയുന്നത്, ഒരു കമ്പനിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് റിഫ്ലക്റ്റഡ് ഇൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ, കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ കമ്പനിയുടെ മൂല്യം, വർത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പല മെത്തേഡുകളുണ്ട്, കമ്പനിക്ക് എത്രത്തോളം മൂല്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ അതിൽ പല മെത്തേഡുകളുണ്ട്. അതിൽ നമ്മളുടെ കമ്പനിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഒന്ന് പറയുന്നത് ഒരു ബുക്ക് വാല്യൂ റേഷ്യോ ആണ്. ബാലൻസ് ഷീറ്റിൽ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു റേഷ്യോ ആണ് ബുക്ക് വാല്യൂ റേഷ്യോ. അപ്പോൾ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, കമ്പനിക്ക് എത്ര അസറ്റ് ഉണ്ട്, കമ്പനിക്ക് എത്ര ലയബിലിറ്റി ഉണ്ട്. യു ടേക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ഒഴിവാക്കി കൊണ്ടുവേണം നമ്മളത് എടുക്കാൻ, ഇല്ലെങ്കിൽ അത് രണ്ടും 0 ആവുകയാണല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ക്യാപിറ്റൽ ഒഴിവാക്കിക്കൊണ്ടുള്ള ലയബിലിറ്റി. ഓക്കെ, അസറ്റും ആ ലയബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ബുക്ക് വാല്യൂ. ഓക്കെ, അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഈ കമ്പനി എന്തെങ്കിലും കാരണവശാൽ പൂട്ടിപ്പോവുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ ബാക്കി ലയബിലിറ്റീസ് എല്ലാം കൊടുത്ത് തീർത്തതിന് ശേഷം എത്രത്തോളം പൈസ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുണ്ടാകും എന്ന് കാണിക്കുന്നതാണ് ബുക്ക് വാല്യൂ. അപ്പോൾ നല്ല മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള, നല്ല വാല്യൂ ഉള്ള, നല്ല വർത്ത് വൈൽ ആയിട്ടുള്ള ഒരു കമ്പനിയാണെങ്കിൽ അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ലഭ്യമാകും ആഫ്റ്റർ മീറ്റിംഗ് ഓൾ കൈൻഡ്സ് ഓഫ് എക്സ്പെൻസസ് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ബുക്ക് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സാധാരണഗതിയിൽ പിന്നെ ഷെയർ പ്രൈസ്, അതായത് കമ്പനിയുടെ മൂല്യം അറിയുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ നോക്കുന്നത്. അല്ലാതെ കമ്പനികളെ വേണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാം. ഈ ബുക്ക് വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യണം, ബുക്ക് വാല്യൂ പെർ ഷെയർ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ബുക്ക് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, യു ഡിവൈഡ് ഇറ്റ് വിത്ത് നമ്പർ ഓഫ് ഷെയർസ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ഒരു ഷെയറിനുള്ള ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ടോട്ടൽ അസറ്റ് മൈനസ് ലയബിലിറ്റീസ് എക്സ്ക്ലൂഡിങ് ക്യാപിറ്റൽ. So you will get a figure. You will divide this figure with the number of shares. So you will get book value per share. Then you can compare it with other companies. അപ്പോൾ ബുക്ക് വാല്യൂ കൂടുതലുള്ളതാണ് സാധാരണഗതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് കൂടുതൽ നല്ലത്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് തിങ് ഈസ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. റിട്ടേൺ ഓൺ ഇക്വിറ്റി, റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കമ്പനി എത്രത്തോളം അതിൻ്റെ അസറ്റുകളെ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ. ദാറ്റ് മീൻസ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഈസ് കൺസിഡേർഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെഷർ റിഗാർഡിംഗ് ഹൗ എഫിഷ്യൻ്റ്ലി എ കമ്പനി ഈസ് യൂസിങ് ഇറ്റ്സ് അസറ്റ്സ്
ടു മേക്ക് ഏണിങ്സ്, ടു പ്രൊഡ്യൂസ് ഏണിങ്സ്. കമ്പനി ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി, വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി എത്രത്തോളം ഇഫക്റ്റീവായിട്ട് അതിൻ്റെ അസറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ROE കാണാം? ROE ക്യാൻ ബി കാൽക്കുലേറ്റഡ് by dividing net income by the book value. നെറ്റ് ഇൻകം നമുക്ക് കിട്ടിയിരിക്കുന്ന നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ഏണിങ്സ്, മൊത്തം ഇതെല്ലാം കളഞ്ഞിട്ടുള്ള ഏണിങ്സ്, എല്ലാ ചിലവുകളും ലയബിലിറ്റികളും മീറ്റ് ചെയ്തതിന് ശേഷമുള്ള ഏണിങ്സ് വിച്ച് ഈസ് അവൈലബിൾ ടു ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. യു ഡിവൈഡ് ദാറ്റ് വിത്ത് ദ ബുക്ക് വാല്യൂ. ടോട്ടൽ ഷെയറിൻ്റെ ഒരു ബുക്ക് വാല്യൂ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ബുക്ക് വാല്യൂവിൻ്റെ എത്ര ശതമാനമാണ് നമ്മൾക്കുള്ള ഏണിങ്സ് എന്ന് നോക്കുക. ഒരു നല്ല കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മിനിമം ഒരു 13%, 15% ഒക്കെയാണ് ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഈസ് ഈക്വൽ ടു, ഫോർമുലയായിട്ട് അവിടെ തന്നിട്ടില്ല, ആ സെൻറ്റൻസിലാണത് പറഞ്ഞിരിക്കുന്നത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഈസ് ഈക്വൽ ടു നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ. നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ. ഓക്കെ, പിന്നെ ഈ ROEയും ചിലപ്പോൾ എപ്പോഴും കറക്റ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറേ ഡിബഞ്ചേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. സംടൈംസ് ഇറ്റ് മേ ബി ഗിവിങ് ഫാൾസ് ഫിക്ചർ. ഇപ്പോൾ കുറേ ഡിബഞ്ചേഴ്സ് ഉണ്ട് എങ്കിൽ അതിൻ്റെ ഇക്വിറ്റിയുടെ എണ്ണം കുറവായിരിക്കും, അപ്പോൾ സ്വാഭാവികമായിട്ട് ബുക്ക് വാല്യൂ കുറയും. ഓക്കെ, ലോവർ ബുക്ക് വാല്യൂ കിട്ടുക എന്ന് പറഞ്ഞാൽ ROE വളരെ കൂടും എന്നാണ് അർത്ഥം. മീൻസ് ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ഷെയർസ്. ഇപ്പോൾ നമുക്ക് 10,000 ഷെയർ ഉണ്ട്, അതിന് വരെ 1000 ഷെയറേ ഉള്ളുവെങ്കിൽ 10% നമ്മളുടെ ഡിവിഡൻഡ് മീൻസ് ഏണിങ്സ് അവിടെ കൂടുതലായിട്ട് ഹയർ ആയിട്ട് കാണിക്കപ്പെടും എന്നാണ് അർത്ഥം. അതായത് 10,000 ഡിവൈഡ് ചെയ്യേണ്ടത് അത്രയും കുറയും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അപ്പം ഒരിക്കലും നമ്മൾ ഈ ഇപ്പോൾ കുറേ റേഷ്യോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു വർഷത്തെ റേഷ്യോ മാത്രം ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു വിശ്വാസത്തിലെത്തരുത്, ഒരു ഡിസിഷനിലെത്തരുത്. നമ്മൾക്ക് വി ക്യാൻ കാൽക്കുലേറ്റ് ദീസ് റേഷ്യോസ് ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. കുറേ വർഷങ്ങളിലേക്കുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ആ റേഷ്യോകളിൽ ഒക്കെ ഒരു ഇൻക്രീസിങ് ട്രെൻഡ് ഉണ്ടോ, അതോ ഒരു സ്റ്റേബിൾ ട്രെൻഡാണോ, അതോ ഡിക്രീസിങ് ട്രെൻഡാണോ എന്നുള്ളത് നോക്കുക. ദെൻ യു കമ്പയർ വിത്ത് അതർ റേഷ്യോസ്. ഒറ്റ റേഷ്യോ മാത്രം എടുക്കരുത്, മറ്റ് പല റേഷ്യോകളുമായിട്ട് കമ്പയർ ചെയ്യുക. അങ്ങനെയൊക്കെ നോക്കിയതിന് ശേഷം വേണം യു ഷുഡ് ടേക്ക് എ ഡിസിഷൻ റിഗാർഡിങ് വെദർ ടു ഇൻവെസ്റ്റ് ഇൻ എ പെർട്ടിക്കുലർ കമ്പനി ഓർ നോട്ട്. ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് അപ്പോഴാണ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യമാണ് നമ്മൾ എന്തിൽ പറയുന്നത്, നമ്മളുടെ ടൂൾസ് ഓഫ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും ആദ്യം നോക്കേണ്ടത് പിന്നെ ഏണിങ്സ് പെർ ഷെയർ ആണ്, EPS, ടോട്ടൽ ഏണിങ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. സോ അപ്പോൾ ഒരു ഷെയറിനുള്ള ഏണിങ്സ് കിട്ടും. പിന്നെയുള്ളത് മാർക്കറ്റ് പ്രൈസും പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ, മാർക്കറ്റ് പ്രൈസും ഏണിങ്സും തമ്മിലുള്ള ബന്ധം. ദെൻ ഏണിങ്സും PE റേഷ്യോയും പ്രൊജക്റ്റഡ് ഏണിങ്സും, ഈ പ്രൊജക്റ്റഡ് ഗ്രോത്തിൻ്റെ ഏണിങ്സും അത് തമ്മിലുള്ള റേഷ്യോ ആണ് PEG റേഷ്യോ. ദെൻ മാർക്കറ്റ് പ്രൈസും സെയിൽസ് പെർ ഷെയർ, അതാണ് പ്രൈസ് ടു സെയിൽസ് റേഷ്യോ. അത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ റവന്യൂസും കൊണ്ട് കണ്ടുപിടിക്കാം. പക്ഷേ നല്ല റേഷ്യോ എളുപ്പം നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡ് ബൈ സെയിൽസ് പ്രൈസ് പെർ ഷെയർ, അല്ലെങ്കിൽ സെയിൽസ് പെർ ഷെയർ, സെയിൽസ് പ്രൈസ് അല്ല, സെയിൽസ് പെർ ഷെയർ. ദെൻ പ്രൈസ് ടു ബുക്ക് റേഷ്യോ, അടുത്തത് മാർക്കറ്റ് പ്രൈസും ഷെയർ പ്രൈസും ബുക്ക് വാല്യൂ ഓഫ് ഷെയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ദെൻ ഡിവിഡൻഡ് പേ ഔട്ട്, ഡിവിഡൻഡ് പെർ ഷെയറും ഏണിങ്സ് പെർ ഷെയറും തമ്മിലുള്ള റേഷ്യോ. ഡിവിഡൻഡ് ഈൽഡ്, DPS, ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഷെയർ പ്രൈസ്, ഷെയറിൻ്റെ വിലയും ഡിവിഡൻഡും ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡ് ബൈ പ്രൈസ് പെർ ഷെയർ. പിന്നെയുള്ളത് ബുക്ക് വാല്യൂ, അസറ്റ് മൈനസ് ലയബിലിറ്റീസ് എക്സ്ക്ലൂഡിങ് ക്യാപിറ്റൽ. കമ്പനി പൂട്ടി പോവുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം പൈസ കിട്ടും എന്നുള്ളത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി, നെറ്റ് ഇൻകം ബൈ ബുക്ക് വാല്യൂ, റിട്ടേൺ ഓൺ ഇക്വിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റേഷ്യോയിൽ പറയുന്നത്. മനസ്സിലായോ? പറയൂ.
നേരത്തെ അറ്റൻഡൻസ് എടുക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ആളുകൾ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പോൾ ഉള്ള ആളുകളൊന്ന് അറ്റൻഡൻസ് നമ്പർ പറ, ഉള്ളവരുടെ നമ്പർ ഒന്ന് പറ. ഫോർട്ടി 39 5 14 15 30 24 48 44 18 1 22 52 16 33 37 42 29 50 36 25 2 12 49 12 പറഞ്ഞല്ലടാ. 43 13 51. ഓക്കെ, ഇവിടെ നമുക്ക് 11. ശരി, ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ പ്രധാനമായിട്ടുള്ള 2-3 അഡ്വാൻറ്റേജസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, ഒരു ലോങ് ടേം ട്രെൻഡ് കിട്ടും. ലോങ് ടേം ട്രെൻഡ്, അതായത് ഫണ്ടമെൻ്റലി ഒരു കമ്പനി സ്ട്രോങ് ആണ് എന്ന് വെച്ചാൽ ആ കമ്പനി കുറേ കാലത്തേക്ക് കമ്പനിക്ക് ചെറിയ പ്രശ്നങ്ങളൊന്നും കമ്പനിയെ ബാധിക്കില്ല. അത് അടിസ്ഥാനപരമായിട്ട് സ്ട്രോങ് ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, സോ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ലോങ് ടേം, വെനെവർ യു ഗോ ഫോർ എ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ദിസ് ഈസ് ഗുഡ്. ദിസ് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഈസ് ഓൾവേസ് ഗുഡ്. സോ ഇറ്റ് ഷോസ് the ability of a company to give long term benefits. ഓക്കെ, ലോങ് ടേമിൽ ഒരു കമ്പനി നല്ലതാണോ, നമുക്ക് ലാഭകരമായിരിക്കുമോ എന്നൊക്കെ പറയുന്ന ഒരു സാധനം, അതിന് നല്ലതാണ്. ഈ ലോങ് ടേം ട്രെൻഡ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് ദിസ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. ദെൻ അടുത്തത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വാല്യൂ. വാല്യൂ, മൂല്യം മനസ്സിലാക്കിയെടുക്കാൻ. അതായത് ഫണ്ടമെൻ്റൽ അനാലിസിസിൽ നമ്മൾ നടത്തുകയാണ് എങ്കിൽ ഇറ്റ് ഷോസ് വെദർ ദ കമ്പനി ഈസ് ഹാവിങ് വാല്യുബിൾ അസറ്റ്സ് ഓർ നോട്ട്. കമ്പനിക്ക് നല്ല വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ്സ് ഉണ്ടോ ഇല്ലയോ, കമ്പനിയുടെ മൂല്യം എന്താണ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കുറച്ച് ടൂളുകളുണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് മാർക്കറ്റ് പ്രൈസ്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ റേറ്റ്, ബുക്ക് വാല്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയും. സോ വാട്ട് ഈസ് ദ റിയൽ വർത്ത്, റിയൽ വാല്യൂ ഓഫ് എ കമ്പനി, ദറ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. ദെൻ അനദർ തിങ്, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ബിസിനസ്, അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ബിസിനസ്. ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് കമ്പനിയുടെ ഏറ്റവും പ്രധാനമായി കമ്പനിക്ക് ലാഭമുണ്ടാക്കുന്ന, കമ്പനിക്ക് ഏറ്റവും കൂടുതൽ, ഓക്കെ 47 31 മനസ്സിലായി, പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ടൈപ്പ് ചെയ്യേണ്ട. കമ്പനിക്ക് കൂടുതൽ ലാഭമുണ്ടാക്കുന്ന റവന്യൂ, അല്ലെങ്കിൽ വാട്ട് ആർ ദ പ്രോഫിറ്റ് ഡ്രൈവ്സ്, റവന്യൂ ഡ്രൈവ്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായിട്ടുള്ള കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതായത് കമ്പനിയുടെ വരുമാനം ഉണ്ടാകുന്ന മാർഗ്ഗങ്ങൾ ഏതെല്ലാമാണ്, നഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടാകാം, പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള കാര്യം, റവന്യൂ ഉണ്ടാകാനുള്ള, റവന്യൂ വർദ്ധിക്കാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ദ ബിസിനസ്. ദെൻ വി ക്യാൻ ഓൾസോ നോ ദ കമ്പനി, കമ്പനിയുടെ ബിസിനസ്, കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സ്, ഓക്കെ, കമ്പനി ഏത് ഇൻഡസ്ട്രി ഗ്രൂപ്പിൽ വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി കമ്പനിയെ നന്നായിട്ട് മനസ്സിലാക്കാം. കമ്പനിയെ മനസ്സിലാക്കാം, ബിസിനസ്സിനെ പറ്റി മനസ്സിലാക്കാം, കമ്പനിയുടെ മൂല്യം, വാല്യൂ എത്രയുണ്ടെന്ന് നോക്കാം, കമ്പനി ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു കമ്പനി സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളത് നോക്കാം. ദെൻ ദർ ആർ ഓൾസോ സം ക്രിറ്റിസിസംസ് ലെവൽഡ് അഗെയിൻസ്റ്റ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. ലിമിറ്റേഷൻസ് ആണ്. അതിൻ്റെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒന്ന് ഡിഫക്റ്റീവ് പ്രാക്ടീസ്. ഡിഫക്റ്റീവ് പ്രാക്ടീസ് എന്ന് പറയാനുള്ള കാരണം, നമ്മൾ ഇനി ഒരു തിയറി ഇവിടെ പഠിക്കാൻ പോകുന്നുണ്ട്. ആ തിയറിയുടെ പേരാണ് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ്, എഫിഷ്യൻറ്റ് മാർക്കറ്റ് തിയറി. ആ തിയറി പ്രകാരം പറയുന്നത്, ഒരിക്കലും ഒരു മാർക്കറ്റിലും നിങ്ങൾക്ക് എക്സസ് ആയിട്ടുള്ള ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. യു ക്യാൻ മേക്ക് ഓൺലി നോർമൽ ഏണിങ്സ്. റീസണബിൾ ആയിട്ടുള്ള ഏണിങ്സ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. റീസണബിൾ ആയിട്ടുള്ള ഏണിങ്സ് എന്ന് വെച്ചാൽ, ഈ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടർ പ്രൈസ്ഡ് ആയ, അത് ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഷെയറുകൾ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇങ്ങനെയൊന്നുമല്ല. യു ക്യാൻ മേക്ക് ഓൺലി നോർമൽ പ്രോഫിറ്റ് ഇൻ എ ഷെയർ മാർക്കറ്റ്. ഷെയർ മാർക്കറ്റിൽ നിങ്ങൾക്ക് നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ബിക്കോസ് ദ മാർക്കറ്റ് ഈസ് എഫിഷ്യൻറ്റ് എന്നാണ്
തിയറി പറയുന്നത്. അപ്പോൾ ആ തിയറി പ്രകാരം ദേ ആർ റിപ്യൂഡിയേറ്റിംഗ് ദിസ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. ആ തിയറി എന്താണ് എന്നുള്ളത് നമുക്ക് മറ്റൊരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇത് മാത്രം മനസ്സിലാക്കുക. എഫിഷ്യൻറ്റ് മാർക്കറ്റ് തിയറി പ്രകാരം ഫണ്ടമെൻ്റൽ അനാലിസിസ് ഹാസ് നോ യൂസ്, ഇറ്റ് ഈസ് എ ഡിഫക്റ്റീവ് പ്രാക്ടീസ്. ഓക്കെ, ദെൻ അടുത്തത് ഇറ്റ് ഈസ് അൺസയൻറ്റിഫിക്. ഈ ഫണ്ടമെൻ്റൽ അനാലിസിസിനെ പറ്റിയിട്ടുള്ള വേറൊരു കുഴപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് മോർ പ്രാക്ടിക്കൽ ദാൻ തിയറിറ്റിക്കൽ. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും തിയറിറ്റിക്കലായിട്ടത് ഉപയോഗപ്രദം അല്ല. ഇറ്റ് ഈസ് മോർ പ്രാക്ടിക്കൽ ആൻഡ് ഈസ് അൺസയൻറ്റിഫിക് പ്രോസസ്. ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചോളം ഒരു കമ്പനിയുടെ റിയൽ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ആൻഡ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഇൻട്രൻസിക് വാല്യൂ ഓഫ് എ ഷെയർ എന്നാണ് ഫണ്ടമെൻ്റൽ അനാലിസിസിൽ പറയുന്നത്. ഇൻട്രൻസിക് വാല്യൂ മീൻസ് റിയൽ വാല്യൂ ഓഫ് എ ഷെയർ. അപ്പോൾ റിയൽ വാല്യൂ ഓഫ് എ കമ്പനി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ റിയൽ വാല്യൂ ഓഫ് ഷെയർ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ പരിഗണിക്കുന്ന ഫാക്ടേഴ്സ് എല്ലാം ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സാണ്. സെയിൽസ്, പ്രോഫിറ്റ്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ബുക്ക് വാല്യൂ, ഇങ്ങനത്തെ കാര്യങ്ങൾ, റവന്യൂ, ഇതൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ there are many other qualitative factors like the companyയുടെ മാനേജ്മെൻറ്റ്, the environment, competitive environment in which the company is existing, കമ്പനിയുടെ കോമ്പറ്റീറ്റീവ് എഡ്ജ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും ഇവിടെ പരിഗണിക്കുന്നില്ല. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സേയിങ് ദാറ്റ് it is unscientific. Then there are another thing, it is a time consuming process എന്ന് പറഞ്ഞാൽ ഈ റേഷ്യോസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക, മാർക്കറ്റ് റേഷ്യോ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ലോകത്തുള്ള സമ്പദ് വ്യവസ്ഥകളൊക്കെ അനലൈസ് ചെയ്യുക, പിന്നെ ഒരു എക്കണോമിയിലുള്ള എല്ലാ ഇൻഡസ്ട്രികളെ അനലൈസ് ചെയ്യുക, എല്ലാ ഇൻഡസ്ട്രികളിൽ നിന്നും ബെസ്റ്റ് ഇൻഡസ്ട്രി സെലക്ട് ചെയ്യുക, ബെസ്റ്റ് കമ്പനി അനലൈസ് ചെയ്യുക, കമ്പനി ഏതാണെന്ന് കണ്ടുപിടിക്കുക. സോ ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. അനദർ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ടൈം കൺസ്യൂമിങ് ആണ്. നമ്മളിത് അനാലിസിസ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോഴേക്കും ചിലപ്പോൾ കമ്പനി ചിലപ്പോൾ പൂട്ടിപ്പോയിട്ടുണ്ടാവും. ദിസ് ഈസ് വാട്ട് ദേ ആർ സേയിങ്. Another thing, it is company or industry specific. അതായത് നമ്മൾക്കിപ്പോൾ വാല്യുവേഷൻ ടെക്നിക്സ് ഈ ഫണ്ടമെൻ്റൽ അനാലിസിസിൽ പറയുന്നുണ്ട്. ഈ ഫണ്ടമെൻ്റൽ അനാലിസിസിൽ പറയുന്ന വാല്യുവേഷൻ ടെക്നിക്സ് എല്ലാവർക്കും പ്രായോഗികമാണ്, മീൻസ് ആപ്ലിക്കബിൾ ആകണമെന്നില്ല. ഇറ്റ് മേ ബി യൂസ്ഫുൾ ഫോർ എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓർ എ പെർട്ടിക്കുലർ ഇൻഡസ്ട്രി, പെർട്ടിക്കുലർ കമ്പനി. ഒരു കമ്പനിക്കോ ഒരു ഇൻഡസ്ട്രിക്കോ മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ടെക്നിക്സ് ആണുള്ളത്. എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്യാൻ ഫണ്ടമെൻ്റൽ അനാലിസിസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ദെൻ അനദർ തിങ്, സബ്ജക്റ്റിവിറ്റി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളവിടെ കുറേ അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, നമ്മൾ ഈ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ നമ്മളുടെ ഈ അസംഷൻസ് നമ്മളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ അസംഷൻസ്, ഇഫ് എനി ഓഫ് ദീസ് അസംഷൻസ് ഗോ റോങ്, ദെൻ ദ ഡിസിഷൻ വിൽ ഓൾസോ ഗോ റോങ്. നമ്മളെടുക്കുന്ന അസംഷൻസ് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ട് എങ്കിൽ ആ അസംഷൻസ് കൊണ്ടുണ്ടാകുന്ന തീരുമാനങ്ങളും തെറ്റിപ്പോകും. അപ്പം സബ്ജക്റ്റിവിറ്റി ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. സോ ദറ്റ് മീൻസ് വാട്ട് we are assuming, and if any of these assumptions go wrong, that will certainly affect our valuation. നമ്മളുടെ ആ വാല്യുവേഷൻ പ്രിൻസിപ്പിളിനെ അത് തീർച്ചയായും നെഗറ്റീവായിട്ട് ബാധിക്കും. ദെൻ ദ ലാസ്റ്റ് പോയിന്റ് ഈസ് അനലിസ്റ്റ് ബയാസ്. ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിയിൽ നമ്മൾ പറയുന്ന പോലെ ഇൻവെസ്റ്റിഗേറ്ററുടെ ബയാസ് ആ ഡാറ്റയിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ മെജോറിറ്റി ഓഫ് ദി ഇൻഫർമേഷൻ ഈസ് റിസീവിങ് ഫ്രം ദ കമ്പനി. ഓക്കെ, അപ്പോൾ ഈ അനലിസ്റ്റിൻ്റെ പ്രത്യേകത, ഇഫ് അനലിസ്റ്റിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇഫ് ദ അനലിസ്റ്റ് ഈസ് എ ബിയർ ഓർ അനലിസ്റ്റ് ഈസ് എ ബുൾ, ബിയർ ഓർ ബുൾ എന്ന് പറഞ്ഞാൽ, ബിയർ എന്ന് പറഞ്ഞാൽ വില കുറയും എന്ന് പ്രതീക്ഷിക്കുന്ന ആൾ, ബുൾ എന്ന് പറഞ്ഞാൽ വില കൂടും എന്ന് പ്രതീക്ഷിക്കുന്ന ആൾ, ഒപ്റ്റിമിസം ഉള്ള ആൾ. അപ്പോൾ ആ പെസിമിസവും ഒപ്റ്റിമിസവും, ഇഫ് ദ അനലിസ്റ്റ് ഈസ് പെസിമിസ്റ്റിക് ഓർ ഒപ്റ്റിമിസ്റ്റിക്, ദാറ്റ് വിൽ സർട്ടൻലി റിഫ്ലക്റ്റഡ് ഇൻ ഹിസ് അനാലിസിസ്. അയാളുടെ ആ അനാലിസിസിൽ അതുകൂടെ റിഫ്ലക്റ്റ് ചെയ്യും. ക്ലിയർ? സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓർ ഡ്രോബാക്സ്
of criticisms that are leveled against the fundamental analysis. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ നിങ്ങൾക്ക്? പറയൂ. ഇനി നമ്മൾക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ടെക്നിക്കൽ അനാലിസിസാണ്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. നോർമലി ഇതിന് മുൻപ് ഞാൻ എടുത്തിട്ടുള്ള പല ഭാഗങ്ങളും ശരിക്കും നമ്മൾ റെഗുലർ ക്ലാസ്സുകളൊക്കെ ആയിരുന്നുവെങ്കിൽ നമുക്ക് സെമിനാറൊക്കെ കൊടുത്തിട്ട് എടുക്കേണ്ട കുറേ ഏരിയകളുണ്ട്. അത് മുഴുവനും ഞാൻ തന്നെ എടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ക്ലാസ് ഇത്രയും നീണ്ടു പോകുന്നത്. നിങ്ങളുടെ അടുത്ത സെമ്മ് ചിലപ്പോൾ പെട്ടെന്ന് തുടങ്ങാൻ യൂണിവേഴ്സിറ്റി ഓർഡർ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം നമുക്കിനി അഡീഷണൽ ക്ലാസ്സുകൾ എടുക്കേണ്ടി വന്നേക്കാം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെയും നിങ്ങൾക്ക് വെക്കേഷൻ കിട്ടിയിട്ടില്ല എന്നൊരു പരാതി ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാം. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. നമ്മളങ്ങനെ വിചാരിക്കുന്നതിൽ കാര്യമില്ല. ഒന്നാമത് നമ്മളുടെ ഒരു പ്രത്യേക ഒരു കൊറോണ സിറ്റുവേഷൻ ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ സിറ്റുവേഷനെ നമുക്ക് ഓവർകം ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇനി അടുത്തൊന്നും നമുക്കുണ്ടാവില്ല. നമ്മുടെ കോളേജ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററാണ്. അടുത്ത കാലത്തൊന്നും നിങ്ങൾക്ക് കോളേജിലേക്ക് വരാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഈ പോർഷൻസ് മുഴുവൻ നമുക്ക് ഓൺലൈനിൽ തന്നെ തീർക്കണം. അപ്പോൾ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഫേസ് ചെയ്യുക. എക്സാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോർഷൻ തീർന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയല്ലേ നഷ്ടം ഉണ്ടാവുക. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരരുത്. അപ്പോൾ പരമാവധി ക്ലാസ്സുകളിലൊക്കെ എല്ലാവരും കയറുക. അതേ ക്ലാസ്സുകളിൽ കുട്ടികളൊക്കെ കുറവാണ്. അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാക്കരുത്. ഓക്കെ, അപ്പോൾ ഞാനത് നോട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. വേഗം നിങ്ങളത് നോട്ട്സ് അതൊന്ന് പ്രിപ്പയർ ചെയ്ത് വയ്ക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? യാ, ഒരാളെങ്കിലും പറയുമല്ലോ, മതി. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാൽ ശരി. താങ്ക് യു. നിങ്ങൾ ലീവ് ചെയ്തോളൂ. ഇനി എപ്പോഴാണ് അടുത്ത ക്ലാസ് ഉള്ളത് എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, ശരി. താങ്ക് യു. ബൈ.